രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട് 617 കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആശുപത്രി നിർമ്മാണം. അവയവമാറ്റ ശസ്ത്രക്രിയയും തുടർ ചികിത്സകളും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ദീർഘവീക്ഷണത്തിന്റെ സാക്ഷ്യപത്രമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ സുപ്രധാന ചുവടുവെപ്പാണ് രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി. എല്ലാതരം അവയവമാറ്റ ശസ്ത്രക്രിയകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക ലക്ഷ്യം. ഒരേ ശസ്ത്രക്രിയ തന്നെ ആശുപത്രികൾ മാറിയാൽ വലിയ ചെലവ് വരുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. സാധാരണഗതിയിൽ പല കുടുംബങ്ങൾക്കും താങ്ങാനാവാത്ത ചിലവാണ് വരുന്നത്. അതിൻ്റെ വിഷമം ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഇത്തരമൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനാകും എന്ന നിർദ്ദേശം വരുന്നത്. ഇനി സമയബന്ധിതമായി കാര്യങ്ങൾ തീർക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചേവായൂർ ത്വക്ക് രോഗ ആശുപത്രി വളപ്പിലെ 20 ഏക്കറിലാണ് അവയവമാറ്റ ആശുപത്രി നിർമ്മിക്കുക. രാജ്യത്ത് ഒരിടത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ ഫെലോഷിപ്പോ നടക്കുന്നില്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ ഇത് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും. അതുകൊണ്ട് HR മനുഷ്യവിഭവശേഷി നല്ല നിലയിൽ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന്റെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിന്റെ ശാസ്ത്രമേഖലയിൽ, ഗവേഷണ രംഗത്ത്, അതോടൊപ്പം ചികിത്സാ രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഈ 10 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമാണ്. 617 കോടി രൂപ ചിലവിൽ 2 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ ആദ്യഘട്ട പ്രവൃത്തികൾക്ക് 299 കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ ഉപകരണങ്ങൾക്കായി 99 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.